അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ISO 9000 ആൻഡ് ISO 14000. ഓക്കെ, 6th സെമസ്റ്റർ BPharm ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസ് യൂണിറ്റ് 1-ലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ISO 9000 ആൻഡ് 14000 എന്ന് പറയുന്നത്. So this is the learning objective of this session. After this session, you will able to understand, describe and write about the overview, benefits, elements and steps of registration for ISO 9000 and 14000. So before starting, what is ISO 9000 and 14000? First, we have to understand what is ISO. ISO means International Organization for Standardization. So we can define ISO as an independent, non-governmental, international standard development organization, which is composed of representatives from the national standard organizations of member countries. പറയുമ്പോൾ കുറേ അധികം ടേമുകൾ വന്നു. നോൺ ഗവൺമെന്റൽ ആണ്, വേറെ ആരുടെയും ഗവൺമെന്റിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ആരുടെയും ഒരു ഓർഡറിന്റെ കീഴിൽ നമ്മൾ പറയുന്ന CDSCO എന്നൊക്കെ പറയുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ അല്ലാത്തൊരു ഓർഗനൈസേഷൻ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇൻഡിപെൻഡന്റ് ആണ്, നോൺ ഗവൺമെന്റൽ ആണ്. എന്താണ് ഇവരെ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാക്കുക, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇനി ഇതിലുള്ള മെമ്പർമാർ ആരൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു റെപ്രസെന്റേറ്റീവ് ഫ്രം ദ നാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻസ് ഓഫ് ദ മെമ്പർ കൺട്രി. അങ്ങനെ പറയുമ്പോൾ അത് ആരാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ കൺട്രിയിലും ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിസൈഡ് ചെയ്യുന്ന കുറച്ച് ഓർഗനൈസേഷൻസുകൾ ഉണ്ട്. ദീസ് ആർ സം ഓഫ് ദ എക്സാമിനേഷൻ. ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, വിസ് എന്നറിയുന്ന സാധനം. കോസ്മെറ്റിക് സയൻസിലൊക്കെ ഈ ഒരു സ്റ്റാൻഡേർഡ് ആണ് ഫോളോ ചെയ്യുന്നത്. DNC ആക്ടിലുള്ള പല സാധനങ്ങളെക്കാളും കൂടുതൽ വിസ് ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സുകളാണ് പല കോസ്മെറ്റിക് പ്രൊഡക്ട്സിനും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. USA ഒന്നിൽ കൂടുതൽ ഓർഗനൈസേഷൻസുകൾ ഉണ്ട്. അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ആൻഡ് ടെക്നോളജി. ദെൻ UK ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കനേഡിയൻ സ്റ്റാൻഡേർഡ് അസോസിയേഷൻ. ഇങ്ങനെയുള്ള ഓർഗനൈസേഷന്റെ റെപ്രസെന്റേറ്റീവ്സുകളുള്ള ഒരു ഇൻഡിപെൻഡന്റ്, നോൺ ഗവൺമെന്റൽ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ISO എന്ന് പറയുന്നത്. കറന്റ്ലി വി ഹാവ് 172 മെമ്പേഴ്സ് അക്രോസ് ദ വേൾഡ്. ഈ ഒരു ഓർഗനൈസേഷനിൽ 172 മെമ്പേഴ്സുകൾ ഉണ്ട്. ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ നിന്ന് ഒരു റെപ്രസെന്റേഷൻസ് മാത്രമുള്ള രീതിയിലാണ് ഈ 172 മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് there are 841 technical committees and subcommittees for this ISO, and currently total of 25,606 international standards are there. ISO സ്റ്റാൻഡേർഡ്സുകൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ടെക്നോളജി, മാനേജ്മെന്റ് ആൻഡ് മാനുഫാക്ചറിങ്, എല്ലാത്തിലും കൂടിയുള്ള സ്റ്റാൻഡേർഡിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ആൻ സ്മോൾ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ISO. ഇനി കമ്മിങ് ടു ദ ഹിസ്റ്ററി, 1946 മുമ്പേ തന്നെ ഉള്ള ഒരു സാധനമാണ് ഈ ISO എന്ന് പറയുന്നത്. ബട്ട് ദ നെയിം വാസ് ഡിഫറെന്റ്. അത് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് നാഷണൽ സ്റ്റാൻഡർഡൈസിംഗ് അസോസിയേഷൻ എന്നുള്ള പേരിലായിരുന്നു 1926 മുതൽ 1942 വരെ അത് അറിയപ്പെട്ടിരുന്നു. ഓക്കെ, 1946 ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് എഞ്ചിനീയേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ കൂടിയിട്ട് ഇന്റർനാഷണൽ യൂണിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് എന്നുള്ള ഒരു അജണ്ടന്റെ മുകളിൽ ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയതിന്റെ പിന്നിലാണ് ഈ ഒരു ISO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1947 in London, but currently the headquarters is, as many of the headquarters is in Geneva. ഇതും ജനീവയിൽ തന്നെയാണ്, സ്വിറ്റ്സർലാൻഡ് ജനീവയിലാണ് ISOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. It started with 25 members of representative. Now currently there are 172 members. Okay, 172 member countries are there. Present ഡാറ്റയിൽ വെച്ചിട്ടാണ് പറയുന്നത്. So now we can define അല്ലെങ്കിൽ we can say ISO is the world largest developer and publishers of international standard. ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡുകൾ
സെറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ISO എന്ന് പറയുന്നത്. ആൻഡ് ദ പർപ്പസ് ഓഫ് ദിസ് ISO ഈസ് ടു ഇൻക്രീസ് ദ അവയർനെസ് അബൌട്ട് ദ ക്വാളിറ്റി. എന്താണ് ക്വാളിറ്റി എന്നുള്ളതും എന്തിനാണ് ഈ ക്വാളിറ്റി കോമൺ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കിയിട്ട് ഗ്ലോബൽ ട്രേഡ്സിൽ എങ്ങനെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും എന്നതിലൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ISOയുടെ ഒരു എയിം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത്. ആൻഡ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ക്വാളിറ്റി, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, TQM ഉണ്ടാക്കുക എന്നുള്ളതാണ്. There are main features for this ISO, that is internal quality audit at predetermined intervals and continuous monitoring of quality audit. So these are the important features of ISO. Now, the aim of ISO is to ensure the product and services are safe, reliable, and of good quality. And in case of business, the ISO is used as a strategy tool that will reduces the cost by minimizing the waste and error, and also they can help to increase the productivity. Okay. ഇപ്പൊ പലപ്പോഴും ISO എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ISO സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾക്ക് ഉള്ളത്, സർവീസ് ആണ് ഞങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് നമ്മൾ പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണ്, ബിസിനസ് സ്ട്രാറ്റജി ആയിട്ടും കൂടി യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. So they will help the companies to access into the new market level across the globe. കൺട്രി മാത്രമല്ല, അടുത്ത ഒരു വേൾഡ് അല്ലെങ്കിൽ അടുത്ത ഒരു കൺട്രീസിലോട്ട് നമ്മൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് we have to go for this kind of certification. Okay. Now, what are the principles of ISO standard? അപ്പോ നമ്മൾ കുറെ ടേംസുകൾ അവിടെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ ദ കസ്റ്റമർ ഫോക്കസ്. ഏതൊരു ബിസിനസ് ആണെങ്കിലും ഏതൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും വി ആർ ടാർഗറ്റിംഗ് ഫ്രം സം ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. എല്ലാ പ്രൊഡക്റ്റും എല്ലാവരും ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. ടീനേജേഴ്സിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണ് ഫോക്കസ് ചെയ്യുക? ഏതാ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന, ടീനേജേഴ്സിന് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റ് ഏതായിരിക്കും? കോസ്മെറ്റിക് തന്നെയാണ് കേട്ടോ. ഏറ്റവും കൂടുതലായിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സാധനം. അപ്പോൾ അതിനനുസരിച്ച് ഓരോ സാധനത്തിനും ഓരോ കസ്റ്റമർ ഫോക്കസ് ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത്. ദെൻ ലീഡർഷിപ്പ്, ദെൻ എൻഗേജ്മെന്റ് ഓഫ് പീപ്പിൾ, ദെൻ പ്രോസസ് അപ്രോച്ച്, കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ്, ദെൻ എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ്, then relationship management and customer focus. So these are the different principles of on which the ISO standards are based. Now coming to the topic. ഇനിയാണ് നമ്മൾ ടോപ്പിക്കിലോട്ട് വരാൻ പോകുന്നത്. ഈ ISO സെറ്റ് ചെയ്തിട്ടുള്ള കുറെ സീരീസ് ഓഫ് സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ട്. അതിൽ 2 സ്റ്റാൻഡേർഡ്സുകളാണ് നമുക്കിപ്പോ നമ്മളെ സിലബസിൽ പഠിക്കാനുള്ളത്, 9000 and 14000. Okay. So all these are an internationally recognized standards which is developed by ISO. ISO ഡെവലപ്പ് ചെയ്തിട്ടുള്ള 2 സ്റ്റാൻഡേർഡ്സുകളാണ് which help to this is developed to help the organization to improve their operational efficiency, quality management and environmental performance. ഒരു ഇൻഡസ്ട്രിയുടെ ഓപ്പറേഷൻ ആൻഡ് ക്വാളിറ്റി മാത്രമല്ല ISO ഫോക്കസ് ചെയ്യുന്നത്. along with they are focusing on environmental management or environmental performance. അപ്പോൾ നമ്മൾ 2 ISO സീരീസുകളാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. ISO 9000 which focus on quality management system എന്താണ് എന്നുള്ളത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. QMS എന്ന് പറയുന്നത് എന്താണ്, ആ QMS അണ്ടറിലാണ് നമ്മൾ ക്വാളിറ്റി അഷുറൻസും ക്വാളിറ്റി കൺട്രോൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. Now, ISO 14000, it is mainly addressed on the environmental management of system. ഒരു ഇൻഡസ്ട്രി റൺ ചെയ്യുന്ന സമയത്ത് what are the impact of that industry on the environment? What are the different damages that will cause for an environment? അതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? അതിന് എന്തൊക്കെ രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ എന്തൊക്കെ രീതിയിലുള്ള സ്ട്രാറ്റജീസുകളാണ് എൻവിറോൺമെന്റൽ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രി അവിടെ എടുത്തിരിക്കുന്ന പോളിസീസുകൾ. അപ്പൊ ഇതിനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ISO 14000. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഈ 2 ടേമുകളാണ്. 9000 is for quality management system and 14000 is for environmental management system. Okay. Now, both this aim to foster the sustainable business practice by setting guidelines that organization can follow to achieve consistent product and service quality as well as environmental compliance. ഈ ടേം
ക്വാളിറ്റി അഷൂറൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന ടേമാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സീരീസ് ഓഫ് സ്റ്റാൻഡേർഡ്സുകളാണ് ISO 9000 and 14000 എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ISO 9000. സ്പെസിഫിക് ആയിട്ട് 9000 പറയുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ട സാധനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീരീസ് ഓഫ് സ്റ്റാൻഡേർഡ് വിച്ച് റിലേറ്റഡ് ടു ദ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന് റിലേറ്റ് ചെയ്യുന്ന ഒരു ISO സ്റ്റാൻഡേർഡ് ആണ് 9000 എന്ന് പറയുന്നത്. And the purpose of this ISO 9000 is to guide the organization with the tools which is required to make sure that their services or product meet quality requirement, and also they have to drive the process of continued quality improvement. അപ്പോൾ ഒരിക്കൽ ഒരു ക്വാളിറ്റി സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ISO 9000 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ISO സർട്ടിഫിക്കറ്റ് എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർട്ടിഫിക്കറ്റ് 3 വർഷത്തിന് തരുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ആഫ്റ്റർ ദ 3 years വി ഹാവ് ടു റിനോവ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഈ 3 വർഷം ഒരിക്കൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 3 വർഷം വരെ നമ്മൾ അത് അതുപോലെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു സർട്ടിഫിക്കേഷന് പോകുന്ന സമയത്ത് വി മെ നോട്ട് ബി ക്വാളിഫൈഡ് ഫോർ ദ സർട്ടിഫിക്കേഷൻ. കാരണം കാലം മാറുന്നതിനനുസരിച്ച് ഫെസിലിറ്റിയിൽ മാറ്റങ്ങൾ, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കേഷന് പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തോളണമെന്നില്ല. ഓക്കെ, ആൻഡ് ദീസ് സ്റ്റാൻഡേർഡ്സ് ആർ യൂണിവേഴ്സൽ ആൻഡ് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എനി ഓർഗനൈസേഷൻ വിത്ത് എനി ലെവൽ. ഇപ്പോൾ സ്മോൾ ഇൻഡസ്ട്രീസുകൾ ഉണ്ടാവും, ലാർജ് ഇൻഡസ്ട്രീസുകൾ ഉണ്ടാവും. നമ്മൾ ഇത് പറയുന്നത് നമ്പർ ഓഫ് ലേബേഴ്സ് അല്ലെങ്കിൽ എത്ര സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചും ടേൺ ഓവറിനനുസരിച്ചിട്ടുമാണ്. അപ്പോൾ ഈ ഏത് ലെവലിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് ISO 9000 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ എംഫസിസ് എ പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച് ദാറ്റ് വിൽ ഇന്റഗ്രേറ്റ് ദ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദി ബിസിനസ് ഓപ്പറേഷൻ. ഓക്കെ, നൗ ഈ ISO 9000 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ISO 1946 ഉണ്ടായിട്ടുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്, 47 അത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. ISO 9000 ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1987. ഓക്കെ, 9000 എന്ന് പറയുന്നത് ഒരു സീരീസ് ആണെന്ന് മനസ്സിലാക്കുക. ഒറ്റ ഒരു സർട്ടിഫിക്കറ്റ് അല്ല, 9000-ഉമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 1, 2, 4 എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ 9000 എന്ന് പറഞ്ഞ സീരീസിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1987. Then major revision in 2000 and 2008. Currently we are following 2005 9000 ISO series. ഓക്കെ, 2015 റിവൈസ് ചെയ്തിട്ടുള്ള ISO സീരീസുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി 9000 സീരീസിൽ there are 4 important ISO സീരീസ്. അത് ഓരോ സീരീസുകളും ഓരോ കാര്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന സീരീസുകളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സീരീസ് എന്താണ് എന്നുള്ളതും അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്നുള്ളതും നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ISO 9000 2015 റിവൈസ് ചെയ്തിട്ടുള്ള ഫൈനൽ റിവിഷൻ വന്നിട്ടുള്ള ഒരു ISO 9000 സീരീസ് ആണ് ISO 9000 2005 എന്ന് പറയുന്നത്. ഇറ്റ് വിൽ പ്രൊവൈഡ് ദ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ ആൻഡ് വൊക്കാബുലറീസ് യൂസ്ഡ് ഇൻ ദ എൻടയർ ISO family. So this is just an introduction to the ISO certification. In this, the terms will be explained. എന്തൊക്കെ വൊക്കാബുലറീസുകളാണ് ഇവിടെ, എന്തൊക്കെ പ്രിൻസിപ്പിൾസുകളാണ്, എന്തൊക്കെ കൺസെപ്റ്റ്സുകളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസുകളായിരിക്കും ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുക ISO 9000 2005 എന്ന് പറയുന്നത്. Now ISO 9001 2015 തന്നെ ഉള്ളതാണ്. So which will specify the requirement for quality management system through which the organization can fulfill to demonstrate their ability to consistently provide the product and services that meet customer and regulatory requirement. വീണ്ടും അതേ ടേം തന്നെയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ രീതിയിൽ ക്വാളിറ്റി തരുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഒരു QMSന്റെ റിക്വയർമെന്റ്സ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് 9001 എന്ന് പറയുന്ന സീരീസ് എന്ന് പറയുന്നത്. Now coming to 9004, which is revised in 2018, which focus on continuous improvement of quality management system, emphasizing importance of improving performance and meeting stakeholder needs. കസ്റ്റമറുടെ നീഡിനനുസരിച്ച് കമ്പനി മാറുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ മാറുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിന്റെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഗൈഡ് ലൈൻസുകളാണ് 9004 വരുന്നത്.
and 19,011. ഓക്കെ, 9,000 കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് 19011 തന്നെയാണ്, മിസ്റ്റേക്ക് അല്ല എന്ന് മനസ്സിലാക്കുക. 2011 വന്നിട്ടുള്ളതാണ്. ദിസ് ഈസ് ആൻ ഗൈഡ് ലൈൻസ് ഫോർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് ഓഫ് ദ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ എങ്ങനെയാണ് ഒരു ഓഡിറ്റ് നടത്തേണ്ടത് എന്നുള്ളതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ തരുന്ന സീരീസ് ആണ് 19,001 എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സം ഓഫ് ദ സീരീസ് ഓഫ് 9,000 series. Now, what are the criteria for this certification or for 9,000 certification? ISO 9001 certification. So, first criteria is organization must follow all the guidelines which is explained in the ISO 9001. അതിൽ എന്താണ് QMSന്റെ റിക്വയർമെന്റ്സ് എന്താണ്, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ഓർഗനൈസേഷനിലുള്ള QMS ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. വെറുതെ ക്വാളിറ്റി മാത്രം ഉണ്ടാക്കി വെച്ചാൽ പോരാ. ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട അവരുടെ മാർക്കറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദേ ഷുഡ് മീറ്റ് ഇറ്റ്സ് ഓൺ റിക്വയർമെന്റ് ആൻഡ് ഇറ്റ് മസ്റ്റ് മീറ്റ് ദ റെഗുലേറ്ററി ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്. ISO സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയാൽ പോരാ. ആ ഒരു ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ റെഗുലേറ്ററി റിക്വയർമെന്റ്സ്, വെദർ ദേ ഹാവ് ഗോട്ട് ഡ്രഗ് ലൈസൻസ്, മാനുഫാക്ചറിംഗ് ലൈസൻസ്, പ്രൊഡക്റ്റ് ലൈസൻസ്, അതുപോലെയുള്ള കുറെ അധികം റെഗുലേറ്ററി റിക്വയർമെന്റ്സുകൾ ഉണ്ട്. അതെല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് ഇറ്റ് മസ്റ്റ് മീറ്റ് ദ കസ്റ്റമർ റിക്വയർമെന്റ്. ഇറ്റ് മസ്റ്റ് ബി ഡോക്യുമെന്റഡ് ദെയർ പെർഫോമൻസ്. അത് വെദർ അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തതാണ്. പെർഫോമൻസ് അവിടെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഡിഫക്ട്സുകൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, എല്ലാ കാര്യങ്ങളും അവിടെ. These are the different criteria for certification. Now, what are the benefits if we are certifying for an ISO 9000 certification? So, first one is it will increases credibility of an industry. ISO 9000 certification കിട്ടിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണെന്ന് പറയുന്ന സമയത്ത് കസ്റ്റമർ വിൽ ഫീൽ ദേ ആർ ദ ഇൻഡസ്ട്രി വിച്ച് വിൽ മീറ്റ് സം കൈൻഡ് ഓഫ് ക്വാളിറ്റീസ്. ഓക്കെ, സോ ഇറ്റ് വിൽ ഇൻക്രീസസ് ദ ഓർഗനൈസേഷൻ മാർക്കറ്റബിലിറ്റി. അത് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള പരസ്യത്തിലാണെങ്കിലും ഓഡിയോ വിഷ്വൽ ഏത് പരസ്യത്തിലാണെങ്കിലും ദേ ക്യാൻ ഇൻക്ലൂഡ് ISO മാർക്ക്. ഓക്കെ, നൗ certification process, during the certification process it will exposes the deficiencies of an industry. ഒരു സർട്ടിഫിക്കേഷന് പോകുന്ന സമയത്താണ്, ഒരു അക്രഡിറ്റേഷന് പോകുന്ന സമയത്താണ് ഒരു ഓർഗനൈസേഷനിൽ, വെദർ ഇറ്റ് ഈസ് ആൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഓർ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്തോ ആയിക്കോട്ടെ, ഈ പറയുന്ന സ്ഥലത്തൊക്കെയുള്ള ഡെഫിഷ്യൻസി എന്താണെന്നുള്ള എക്സ്പോസ് ചെയ്യാം. ഈ the organization is ready to address that kind of deficiency, the organization will develop and they will increases their quality. Okay, if they are ready, if they are addressing, the organization itself are addressing this kind of deficiency, there will be a significant cost saving in the term of time and money. ഓക്കെ, അപ്പോ ഈ ഒരു ആവശ്യമില്ലാത്ത ചെലവുകളൊക്കെ ഒഴിവാക്കി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ they can improve, they can significant cost saving in the term of time and money. It will help to improve the quality of the product and process, so thereby we will get some better or higher customer satisfaction and loyalty. So customer is the king. ഒരിക്കലും അവർക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ദിസ് ഈസ് ആൻ എറ ഓഫ് സോഷ്യൽ മീഡിയ. എന്ത് സാധനത്തിന്റെയും ക്വാളിറ്റി ആദ്യം നമ്മൾ റിവ്യൂ നോക്കല് എവിടെയാണ്? റെസ്പെക്റ്റീവ് ആയിട്ടുള്ള റിവ്യൂ ഇടാനുള്ള സ്ഥലങ്ങളിലാണ്. അതൊക്കെ നോക്കിയിട്ടാണ്. സോ ദേ വിൽ റിവ്യൂ ഇറ്റ്. അപ്പോൾ അതിനനുസരിച്ച് അതിന്റെ പ്രോബ്ലങ്ങളൊക്കെ കാണിക്കും. Now coming to next one, documentation and self-assessment during the process of certification will give an managemental control. ഓരോ സമയത്തും ഈ പറയുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് എവിടെയൊക്കെയാണ് ഡെഫിഷ്യൻസി ഉള്ളത്, ആരാണ് ഇതിൽ ബാക്കിലോട്ട് പോകുന്നത്, ഏത് ഏരിയയിലാണ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് ഇടക്കിടക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി മാനേജർ ഹാവ് ആൻ കൺട്രോൾ ഓവർ ദ ഓർഗനൈസേഷൻ. Now, it will improve the communication and interaction between the different department of an industry. So, there will be different departments like manufacturing, warehouse, quality control, quality assurance, etc. So, the communication will be increased. So, automatically that will give a better team spirit of an organization.
അപ്പൊ ഓവറോൾ ആയിട്ടൊരു ഓർഗനൈസേഷന്റെ ടീം സ്പിരിറ്റ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഇൻക്രീസസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഓർഗനൈസേഷൻ. എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് ഏതൊരു സാധനം സക്സസ്ഫുൾ ആവുക. അതിൽ ഏതെങ്കിലും ഒരു ബാക്കിലോട്ട് വലിക്കുന്ന ആളുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ആൾക്കാരെ കണ്ടെത്തി ഈ സമയത്ത് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റെക്ടിഫിക്കേഷൻസുകളൊക്കെ നടത്താൻ പറ്റും. ഓക്കെ, നൗ ഇനി ഈ പറയുന്ന പോലൊക്കെ വെൻ ദ ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ടു മൂവിങ് ടുവാർഡ്സ് ദ ക്വാളിറ്റി, ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് പ്രൊഡക്ട് ലയബിലിറ്റി ആൻഡ് ബിഗിൻ ടു റെഡ്യൂസ്. അപ്പോ നോർമലി ഒരാൾ ക്വാളിറ്റിക്ക് വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടത്തിലുള്ള ആൾക്കാരും ഒന്നില്ലെങ്കിൽ ഇതിലോട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറിപ്പോയിക്കോളും. ഓക്കെ, അപ്പോ ഈ റിസ്ക് ഉണ്ടാക്കുന്ന എല്ലാ എലമെന്റ്സുകളും ഇതുകൊണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ കമ്പൈൽ വിത്ത് ദ ഡിഫറെന്റ് ലീഗൽ റെഗുലേറ്ററി റിക്വയർമെന്റ് related to the quality and safety. So it will automatically comply with the regulatory requirements. ഒരു രാജ്യത്ത് പറഞ്ഞിട്ടുള്ള റെഗുലേറ്ററി റിക്വയർമെന്റ് നിയമവ്യവസ്ഥകൾ എന്താണോ അതിനു വേണ്ട എല്ലാ കാര്യത്തിലോട്ടും വരെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷൻ തന്നെ ഫ്രം ടോപ്പ് ടു ബോട്ടം തുനിഞ്ഞിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ പിന്നാലെ ഇങ്ങോട്ട് വരുന്ന സാധനങ്ങളാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള മാക്സിമം ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്സസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെപ്പുകളൊക്കെ ചെയ്യുന്ന സമയത്ത് that will give the result back. Okay, so these are the benefits of ISO 9001 certification. Now these are some of the key elements in the ISO certification. There are some management responsibility, there will be some quality systems, there will be some contract review for different purposes of contract. പലപ്പോഴും കോൺട്രാക്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ജോബിനാവാം, അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിലുള്ള സപ്ലൈക്കാവാം, റോ മെറ്റീരിയലിന്റെ സപ്ലൈക്കാവാം. Then document and data control, purchasing, control customer supplied product identification, traceability, process control, inspection and testing, control of inspection and measuring the test equipment, inspection and test status, control of non-conforming materials, corrective and preventive action, handling, storage, packaging, preservation and delivery, control of quality record, internal quality audit, training, services and statistical techniques. So these are some of the key elements we have to follow to increase the quality of an organization to get the certification by ISO. So these are another some elements. Now coming to the 14,000, ISO 14,000. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് പറഞ്ഞിട്ടുണ്ട്, എൻവിറോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഫാമിലി ഓഫ് സ്റ്റാൻഡേർഡ്സുകളാണ് 14,000 എന്ന് പറയുന്നത്. So these are families of international standards, technical reports and guides for the environmental management system, and they will specify the requirement necessary to set up an environmental management policy, plan, implement the environmental objective and determine the impact of product or services on environment, and conducting the action, corrective action and management review. ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ഒരു ഓർഗനൈസേഷൻ അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം എൻവിറോൺമെന്റിന് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് അസസ് ചെയ്യണം. അസസ് ചെയ്യുന്നതിന്റെ സമയത്ത് എവിടെയൊക്കെയാണ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നത്, ആ ഇമ്പാക്ട് കുറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പോളിസീസുകൾ ഉണ്ടാക്കാൻ പറ്റും, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഈ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോളിസീസിന്റെ ഒബ്ജക്റ്റീവ്സ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് വേസ്റ്റ് കുറക്കാൻ പറ്റും, അൾട്ടിമേറ്റ്ലി എൻവിറോൺമെന്റിന് ഹാം വരാത്ത രീതിയിലുള്ള ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ഇറ്റ് വിൽ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു മിനിമൈസ് ദയർ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് ആൻഡ് കംപ്ലൈൻ വിത്ത് ദ അപ്ലിക്കബിൾ എൻവിറോൺമെന്റൽ റെഗുലേഷൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടതാണ്, പലപ്പോഴും ഈ റെഗുലേറ്ററി ആൻഡ് അതർ റിക്വയർമെന്റ്സിൽ നമുക്ക് ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ there are lot of procedures. First we have to get an place. Okay, ആ പ്ലേസിന് ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷന്റെ സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ ഉണ്ടാക്കണം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദെയർ ഓൺ, അവരുടെ സ്വന്തം സാധനം അല്ല എന്നുണ്ടെങ്കിൽ they should either lease it or take it for റെന്റിനോ അല്ലെങ്കിൽ ഒരു ലീസിനോ എടുക്കണം. സോ there is another document, അതിനുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. വി ഹാവ് ടു ഗെറ്റ് ദ ലൈസൻസ്, അല്ലെങ്കിൽ അതൊരു പഞ്ചായത്തിലാണ് വില്ലേജിലാണെന്നുണ്ടെങ്കിൽ
അതിന്റെ സ്ഥലത്തിനുള്ള വില്ലേജിനുള്ള ഡോക്യുമെന്റ് ഉണ്ട്, പഞ്ചായത്തിലാണെങ്കിൽ ബിൽഡിങ്ങിനുള്ള ഡോക്യുമെന്റുകൾ ഉണ്ടാവും, അതിന്റെ അപ്പുറത്തോട്ട് അതൊരു കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റ് ഉണ്ടാവും. നൗ ഡിപ്പെൻഡിങ് ഓൺ ദ വാട്ട് കൈൻഡ് ഓഫ് ഇൻഡസ്ട്രി ദേ ആർ ഗോയിങ് ടു ഓപ്പൺ, അതിനനുസരിച്ചിട്ടുള്ള റെഗുലേറ്ററി ബോഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്നുള്ള ലൈസൻസ് കിട്ടണം. ഇത്രയും ഡോക്യുമെന്റ്സുകളൊക്കെ ഉണ്ട്. അപ്പോ ഈ ഉള്ള രീതിയിൽ ഇതിലൊക്കെ കമ്പയർ ചെയ്യുന്ന രീതിയിൽ അവിടെയും എൻവിറോൺമെന്റിന്റെ ചില സർട്ടിഫിക്കറ്റുകൾ പല ഇൻഡസ്ട്രിയിലും ആവശ്യമാണ്. എൻവിറോൺമെന്റൽ ബോർഡിന്റെ ഒക്കെ ആയിട്ടുള്ള റെഗുലേഷൻസുകളൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ദീസ് ഈസ് ഓൾ അബൌട്ട് ദ ISO 14000. ഇനി ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ 1992 ആദ്യമായിട്ട് ഒരു ISO 14000ന്റെ ഒരു സ്റ്റാൻഡേർഡ് വന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ പേര് ISO 14000 എന്നായിരുന്നില്ല, BS 7750 എന്നായിരുന്നു in 1992. That was the first standard for environmental management system which was published as BS 7750. Later in 1996, 1996 ഫസ്റ്റ് 14000 സീരീസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, which was revised in 2004 and later in 2005. Now we are using 14001 series standard to get the environmental management system. Okay, as that of 9000, in 14000 also there are different series: 14001, 4, 6, 31, 64 and 20. Okay, 14001, which will give the framework for organization to design and implement an എൻവിറോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷന്റെ ഒരു എൻവിറോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കേണ്ടത്, അതിന് വേണ്ട ഡോക്യുമെന്റ്സുകൾ, അതിന് വേണ്ട ഗൈഡ് ലൈൻസുകൾ കൊടുക്കുക എന്നുള്ളതാണ് 14001 ചെയ്യുന്നത്. 14004 in 2016 which will give general guidelines on environmental management principle, system and supporting document. And 14006 which will give guidelines to incorporate eco design in environment management system. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ബിൽഡിംഗ് ആയിക്കോട്ടെ, അവിടെയുള്ള എന്ത് ഫെസിലിറ്റി ആയിക്കോട്ടെ, അത് എങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് 14006 2006 വന്നിട്ടുള്ളത് ഗ്രീൻ ഹൗസ് ഗ്യാസ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് തരുന്ന ഗൈഡ് ലൈൻസുകളാണ്. 14020 general principles of environmental label and declaration. So these are the different series of 14000 series. Now what is the aim? ഒറ്റ വേർഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ഒരു എൻവിറോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കുക. ഒരു ഇൻഡസ്ട്രിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള എൻവിറോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ എയിം എന്ന് പറയുന്നത്. ആൾസോ ടു ഡെവലപ്പ് industry recognized the need for standardization in the area of environmental management. Now, what are the benefits of ISO 14000? 9000ന്റെ കാര്യം നമ്മൾ പറഞ്ഞു, കുറെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. 14000 കൊണ്ട് കമ്പനിക്ക് പ്രത്യേകിച്ച് പ്രൊഡക്റ്റ് കൂട്ടുക അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ള രീതിയിലുള്ള ബെനിഫിറ്റ്സുകളൊന്നും കിട്ടാനില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിലുള്ള ലോയാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. വെൻ വി ആർ ഗിവിംഗ് സംതിങ് ടു ദ എൻവിറോൺമെന്റ്, വി ആർ ഗിവിംഗ് സംതിങ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. എൻവിറോൺമെന്റിൽ പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് നമ്മൾ നെക്സ്റ്റ് ജനറേഷനുള്ള ഒരു പ്രൊസീജിയേഴ്സുകളൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. സോ എൻവിറോൺമെന്റൽ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ത്രൂ ദ എഫിഷ്യന്റ് റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് വേസ്റ്റ് റിഡക്ഷൻ. എങ്ങനെ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി റിസോഴ്സസുകൾ ആവശ്യമില്ലാതെ യൂസ് ചെയ്യുന്നത് തടയാൻ പറ്റും, ആവശ്യമില്ലാതെ വേസ്റ്റ് ഉണ്ടാക്കുന്നത് തടയാൻ പറ്റും എന്നുള്ളത് തന്നെ ഒരു പോളിസി ആക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ കുറെ അധികം കോസ്റ്റ്, അവരുടെ പെർഫോമൻസിൽ കുറെ അധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാറുണ്ട്. അവർക്ക് റിസോഴ്സസ് ഇൻ ദ സെൻസ് ഓഫ് മണി ആവാം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആവാം, എന്തും ആവാം, അത് അൺനെസസറി ആയിട്ട് കളയാതെ എഫിഷ്യന്റ് ആയിട്ട് റിസോഴ്സസുകൾ മാനേജ് ചെയ്യുക, വേസ്റ്റ് വരുന്നത് തടയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. Then another benefit is regulatory compliance. ഈ പറയുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനൊക്കെ there are some regulatory compliance or regulatory requirements. So after by following this kind of ISO 14000 quality certification parameters, they can meet the environmental regulation and it can reduce the risk of fines and legal issues.
It will enhances the corporate image. പലപ്പോഴും പല കോർപ്പറേറ്റുകളും നമ്മൾ പരസ്യം കൊടുക്കുന്നത് കാണുന്നുണ്ടാവും. വി ആർ എൻ എക്കോ ഫ്രണ്ട്ലി മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത്. ഡു യു തിങ്ക് അവര് ആത്മാർത്ഥമായിട്ടാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവാം, ഇല്ല എന്ന് പറയണില്ല, ബട്ട് ദേ ഹാവ് ടു ഷോ ഇറ്റ്. അത് കാണിക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് വേറൊരു രീതിയിലുള്ള ഒരു ഫീലിംഗ് ആണ് വരുന്നത്. ദേ ആർ ലുക്കിംഗ് ഫോർ അവർ നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള ആ ഒരു ഫീലിംഗ് തരുന്നതുകൊണ്ട് തന്നെ they will demonstrate the commitment to the environmental sustainability, boosting their reputation among the consumer and stakeholders. അപ്പോ ഇവര് ആരുമായിട്ടാണോ പാർട്ട്ണർ ചെയ്യുന്നത്, നമ്മൾ ഒരു കമ്പനി റൺ ചെയ്യുന്ന സമയത്ത്, ഒരു ഇൻഡസ്ട്രി റൺ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കില്ല പലപ്പോഴും പല കമ്പനികളും അവർക്ക് റൺ ചെയ്യാൻ പറ്റുക. അവർക്ക് കുറെ അധികം സ്റ്റേക്ക് ഹോൾഡേഴ്സുകൾ ഉണ്ടാവും, അവർക്ക് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് റിക്വയർമെന്റ്സ് തരുന്ന പല സാധനങ്ങളും ഉണ്ടാവും, ലൈക്ക് പാക്കിംഗ് മെറ്റീരിയൽസുകൾ, സാധനങ്ങളൊക്കെയാണ്. ഒരു കമ്പനി പറയാണ് ഞങ്ങൾ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് അവർ പാക്കിംഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു കോൺട്രാഡിക്ഷൻ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കൺസ്യൂമേഴ്സിന് അത് ഒരു ബാഡ് ഇംപ്രഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ അവർ പറയാണ് ഞങ്ങൾ വേസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പാക്കിങ്ങിൽ വരെ ഞങ്ങൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നതൊക്കെ പറയുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആൾസോ. അവർ ആ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കുന്നുണ്ട്. ഇറ്റ് മേ ബി ഫോർ ദെയർ മാർക്കറ്റിംഗ്, ഇറ്റ് മേ ബി ഫോർ ദെയർ സിൻസിയർ ഹാർഡ് വർക്ക്, അല്ല എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ കൺസിഡർ ചെയ്യാം. Now, cost reduction by resourceful management or efficient use of resources, it can lead to the cost saving in the sense of energy, water, and raw material. And risk management, we can identify and manage the environmental risk. It will help to meet the legal obligation towards the environment protection. It will give an measure for the environmental impact. അത് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഇൻഡസ്ട്രി ഉണ്ടായതിന്റെ പേരിൽ എത്രത്തോളം അല്ലെങ്കിൽ ഒരു എൻവിറോൺമെന്റിന് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. വേസ്റ്റ് കൊണ്ടാണെങ്കിൽ വേസ്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ വേസ്റ്റ് റിഡക്ഷൻ കൊണ്ടാണെങ്കിൽ വേസ്റ്റ് റിഡക്ഷൻ കൊണ്ട് എത്രത്തോളം അവരുടെ സിസ്റ്റം അത് എത്രത്തോളം അതിന് എഫിഷ്യന്റ് ആണെന്നൊക്കെ മെഷർ ചെയ്തെടുക്കാൻ പറ്റും. Then customer and stakeholders trust increases. It will the environmental obligations are managed in the right way. So these are some of the benefits of 14,000 ISO. Now these are some of the key elements of ISO 14,000. There should be an environmental policy. ഒരു എൻവിറോൺമെന്റൽ പോളിസി ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടായിരിക്കണം. സർട്ടിഫിക്കേഷന് പോകുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഡോക്യുമെന്റേഷൻ ആവശ്യമാണ് ഇതുപോലെയുള്ള സർട്ടിഫിക്കേഷന്. വെറുതെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു പോളിസി ഒരു ഓർഗനൈസേഷൻ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ പോളിസി പ്രകാരമാണ് അവിടുത്തെ എല്ലാ രീതിയിലുള്ള വർക്കുകളും നടക്കുന്നത് എന്നുള്ളതിനുള്ള ഒരു പ്രൂഫ്, ഡോക്യുമെന്റേഷൻ അവിടെ ഉണ്ടായിരിക്കണം. Now, there should be an planning. It should identify the environmental aspect and it will assess the risk and opportunity. There should be an setting of environmental objective and etc. And there should be an support, enduring availability of resources, competent personnel. ഇങ്ങനെയുള്ള കറക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യാനുള്ള സപ്പോർട്ട് ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, കോമ്പിറ്റന്റ് ആയിട്ടുള്ള പേഴ്സണൽസുകളായിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കണം ടു ദ ഇന്റേണൽ വർക്കേഴ്സ് ആസ് വെൽ ആസ് ഇന്നർ ആൻഡ് അറൌണ്ട് ഉള്ള കസ്റ്റമേഴ്സിനാണെങ്കിലും അവിടെ അടുത്തുള്ള ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരായാലും പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ദെൻ ഓപ്പറേഷൻ, ഇറ്റ് വിൽ എസ്റ്റാബ്ലിഷ് ദ ഓപ്പറേഷണൽ കൺട്രോൾ ആൻഡ് എമർജൻസി preparedness and respond plan to manage the significant environmental aspects. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. കറക്റ്റ് ആയിട്ട് ഒരു പ്രോട്ടോകോൾ അതിനുണ്ടായിരിക്കണം. എന്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടത്, വേസ്റ്റ് കൂടുന്ന സമയത്ത് അതിനെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റണം, അത് കുറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആസ്പെക്ട്സുകൾ അവിടെ ഉണ്ടായിരിക്കണം. Then there should be an performance evaluation by monitoring, measuring, analyzing, evaluating the environmental performance, including internal audit as well as management review. Then there should be an system for improvement, for continual improvement of environmental management system by addressing non-conformities as well as implementing corrective actions. Now, coming to the last one, that is the steps for ISO certification. This is common for 9,000 as well as 14,000 registration. So first step for registration is gap analysis. First, the organization have to compare
their current practices in the industry against the requirement of ISO 9000 and 14000. ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിന്റെ ആരാണോ ഉത്തരവാദിപ്പെട്ടിട്ടുള്ള ആള് അവര് അവരുടെ കറന്റ് പ്രാക്ടീസ് എന്താണോ അത് ഇനി 9001ന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം ഏത് രീതിയിലോട്ടാണ് മാറേണ്ടത് എന്നുള്ള ആ ഒരു ഗ്യാപ്പ് അവരത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നുള്ളതാണ്. Now, according to that, we have to go for the next step, that is the development of document like policies, procedures, records that will outline the organization's quality management system as well as environmental management system. So in this, there will be an involvement of defining processes, responsibilities and control. അപ്പോ ഗ്യാപ്പ് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഡെഫിഷ്യൻസി വന്നത്, ക്വാളിറ്റി സസ്റ്റൈനബിലിറ്റിയിലാണെങ്കിലും ഇപ്പോഴത്തെ ലെവലിലാണെങ്കിലും അത് ഇംപ്രൂവ്മെന്റിന്റെ ലെവലിലാണെങ്കിലും എവിടെയൊക്കെയാണ് ഉള്ളത്, അതിന് ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. ഓരോ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനായിരിക്കാം അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നത്. അവരുടെ ഡ്യൂട്ടി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓരോ പ്രോസസ്സും അതിനുള്ള പോളിസീസ്, ഓരോ വർക്കിനുള്ള പോളിസീസ് എന്തൊക്കെയാണ്, പൊല്യൂഷൻ കുറക്കാനുള്ള പോളിസി എന്താണ്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള പോളിസി എന്താണ്, ഇങ്ങനെയുള്ള അതിനുള്ള കംപ്ലീറ്റ് പ്രൊസീജിയർ ഡോക്യുമെന്റഡ് ആക്കണം. വെറുതെ ഓറലി പറഞ്ഞാൽ പോരാ. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത് ഡെവലപ്പ് ദ ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് ദ പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റെക്കോർഡ്. ഇതൊക്കെ ഡോക്യുമെന്റേഷൻ നമ്മൾ സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു കൊടുക്കേണ്ട ഡോക്യുമെന്റ്സുകളാണ്. നൗ ഇംപ്ലിമെന്റിംഗ് ദിസ് ഡോക്യുമെന്റ് സിസ്റ്റം, ഡോക്യുമെന്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആ ഡോക്യുമെന്റ് ഉണ്ടാക്കിയത് കറക്റ്റ് ആയിട്ട് ആ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്തിട്ടായാലും അവരെ അവെയർ ചെയ്തിട്ടായാലും അവരുടെ റോൾ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അവർക്ക് ഇൻഫോം ചെയ്തിട്ട് അവരെ കൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യിക്കണം. ഈ ക്വാളിറ്റി ഇതുപോലെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ നടക്കണം. ഫോർത്ത് വൺ ഇസ് ഇന്റേണൽ ഓഡിറ്റ്. പുറത്തുനിന്ന് ഒരാളെന്ന് വിളിക്കുന്നില്ല, പുറത്തുനിന്ന് ഒരു ഇന്റേണൽ ഓഡിറ്റ് കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം they have to assess the effectiveness of the QMS and EMS, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെയും എൻവിറോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെയും അവരെ അസസ് ചെയ്യണം. അസസ് ചെയ്യുന്ന സമയത്ത് ഇഫ് ദേ ആർ നോട്ട് ബയാസ്, അവർ ബയാസ്ഡ് അല്ല, പേഴ്സണലി ബയാസ്ഡ് അല്ല, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ്ലി ബയാസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ദേ വിൽ ഐഡന്റിഫൈ ദ ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ്, എവിടെയൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റെപ്പ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഒരു ഓഡിറ്റർ അവിടെ ഒരു ഡെഫിഷ്യൻസി കണ്ടെത്തിയിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, കറക്റ്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. Now coming to the fifth one, that is the management review. So there will be an organization chart. Okay, so ഇതിലുള്ള എല്ലാവർക്കും ഇതിനെ റിവ്യൂ ചെയ്യാനുള്ള അതോറിറ്റി ഒന്നും സാധാരണഗതിയിൽ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവില്ല. ഹൂ ഈസ് ദ ടോപ്പ് മോസ്റ്റ് മാനേജർ, അതിന് താഴെ ഒരു ഓർഗനൈസേഷൻ ചാർട്ടൊക്കെ ഉണ്ടാവും പല ഓർഗനൈസേഷനിലും. അപ്പൊ അതിനനുസരിച്ച് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ they will evaluate the performance and they will determine the necessary improvement. അവിടെയാണ് കറക്റ്റ് ആയിട്ട് ഒരു അസസ്മെന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് എവിടെയാണ് ഇങ്ങനെയൊക്കെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെന്റേഷൻ കൊടുത്തു, പോളിസി കൊടുത്തു, എന്നിട്ടും ആരാണ് ഇവിടെ വർക്ക് ചെയ്യാത്തതെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാം. Now coming to the next one, we will select an accredited certification body. ഇതൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ISO എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ഡോണ്ട് എക്സ്പെക്ട് ISO വിൽ കം ഇൻ ടു ഇന്ത്യ or into your village and they will go for an accreditation or certification process. They have assigned some reputed, recognized auditing agents. Okay, ഇന്ത്യയിലും കുറെ അധികം ISO സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന റെഗുലേറ്ററി ബോഡീസുകൾ ഉണ്ട്. അവരെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, സർട്ടിഫിക്കേഷൻ ബോഡീസിലോട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ടു കണ്ടക്ട് ദ എക്സ്റ്റേണൽ ഓഡിറ്റ് ടു എൻഷുർ ദ ബോഡി. During this, we have to ensure the regulatory body is reputed and recognized. ISO recognize ചെയ്തിട്ടുള്ള reputed ആയിട്ടുള്ള ബോഡീസ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് is stage 1, that is the pre-assessment stage. ഇപ്പൊ എന്തുണ്ട് എന്നുള്ളത് അസസ് ചെയ്യുന്ന സ്റ്റേജ് ആണ് ഈ ഓഡിറ്റിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. They will assess the readiness for certification, they will review the documentation and they will provide the feedback on the area that need attention. ഇവിടെ സർട്ടിഫിക്കറ്റ് തരുന്നില്ല, അവർ ഓഡിറ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. നിങ്ങൾ സർട്ടിഫിക്കേഷൻ റെഡി ആണോ അല്ലേ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, പ്രീ അസസ്മെന്റ് സ്റ്റേജ് എന്ന് പറയും. Now coming to the stage 2 of audit, they will give certification audit. So they will give sufficient time to rectify the area of deficiency.
then there will be a formal audit where the certification body will assess the implementation and effectiveness of the quality management system and environmental management system. The audit will determine if the organization meet all the requirements for the standard or not. Now coming to the certification decision, according to the requirements, they are meeting the required requirements. The certification body will issue ISO 9000 or 14000. ഏതിനാണോ അവർ സർട്ടിഫിക്കേഷന് പോയിട്ടുള്ളത് ആ സർട്ടിഫിക്കറ്റ് അവർക്ക് ഇഷ്യൂ ചെയ്യും. ആൻഡ് ആൾസോ ദേ വിൽ ഇൻഫോം ദ നോൺ കൺഫോമിറ്റി of the organization. They will be must be addressed before the certification. ഇനി അങ്ങനെ ഈ ഒരു സ്റ്റേജ് 2 അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഓഡിറ്റ് നടക്കുന്ന സമയത്ത് മീറ്റ് ചെയ്യാത്ത എന്തെങ്കിലും ക്രൈറ്റീരിയാസുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയാണ് മീറ്റ് ചെയ്യാതെ പോയിട്ടുള്ളത് എന്നുള്ളതിന്റെ ഇൻഫർമേഷൻ നിർബന്ധമായിട്ട് അവിടെ കൊടുത്തിരിക്കണം. അത് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട്. നൗ അഗെയിൻ സർവൈലൻസ് ഓഫ് ദി ഓഡിറ്റ്, പീരിയോഡിക് ആയിട്ട് ഈ ഒരു സർവൈലൻസ് നടത്തിക്കൊണ്ടിരിക്കണം. Once they are getting certificate, there will not be any kind of regular certification or auditing process for next 3 years. ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 3 വർഷത്തിന് വരെ ഓൺഗോയിങ് കംപ്ലൈൻസിനെ കുറിച്ച് യാതൊരു രീതിയിലുള്ള ക്വാളിറ്റി ഓഡിറ്റിംഗ് ഒന്നും അവിടെ നടക്കൂല, എക്സെപ്റ്റ് ഇന്റേണൽ ക്വാളിറ്റി ഓഡിറ്റ്. ആ ഓർഗനൈസേഷനിൽ ഒരു ഇന്റേണൽ ക്വാളിറ്റി ഓഡിറ്റ് അല്ലാതെ വേറെ ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. ഓക്കെ, നൗ ആഫ്റ്റർ ദ 3 years, if they want to renew their certification, they have to go for recertification after the 3 years of respective certification of 9000 and 14000. So this is all about the ISO 9000 and 14000. So we have discussed the ISO, overview about the 9001 and 14000 ISOs, and we have discussed the different benefits of ISO certification, different elements of certification, and different steps for the registration of ISO certification. So these are some of the references which I have used for this. ഈ ബുക്ക് മാത്രമല്ല യൂസ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുക. ബുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. അതല്ലാതെ ബാക്കിയും കുറെ സാധനങ്ങൾ ഉണ്ട്. ഓക്കെ, ISOന്റെ കുറെ അധികം ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം റിക്വയർമെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡാറ്റാസുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. So that's all about the ISO 9001 and 14000. Thank you.